ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ അലീനയാണ് കാണിക്കുന്നത്. അലീനയാണെങ്കിൽ കാപ്പി എടുത്തുകൊണ്ട് നിൽക്കുക. അതെ, ഒരു കാപ്പി എടുക്കാൻ വേണ്ടി എത്ര നേരമായി? എടുത്തല്ലോ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, അത് ആ മുറിയിലേക്ക് വയ്ക്കുക എന്നും ഹരി പറയുകയാണ്. അത് കേട്ടതും അലീന പതുക്കെ പതുക്കെ അതുകൊണ്ട് മുറിയിലേക്ക് വയ്ക്കാൻ പോവുക. ഈ സമയം നിന്നോടൊരു കാപ്പി എടുക്കാൻ പറഞ്ഞാൽ എത്ര നേരം വേണം? ഞാൻ കൊണ്ടുവന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. അതെ, കാപ്പി ഇങ്ങതാ എന്നും പറഞ്ഞുകൊണ്ട് അലീനയോട് ചോദിക്കുക. പക്ഷെ അലീന പേടിച്ച് ഹരിയുടെ കയ്യിലേക്ക് ആ കാപ്പി ഇങ്ങനെ നീട്ടി കൊടുക്കാനായിട്ട് പോവുക. ഈ സമയമാണെങ്കിൽ അത് അവസരം മുതലെടുത്ത് ഹരിയാണെങ്കിൽ കാപ്പി മേടിക്കുന്നതിൽ അലീനയുടെ കയ്യിൽ കയറി പിടിച്ചു. അപ്പോൾ അലീന ഞെട്ടലോടുകൂടെ ഹരിയെ ഇങ്ങനെ തുറിച്ചു നോക്കി. ഈ സമയം, എന്താടി നീ എന്തിനെന്നെ ഇങ്ങനെ നോക്കുന്നേ? നിങ്ങൾ എന്താ വിചാരിച്ചത്? എൻ്റെ കയ്യിൽ കയറി എന്തിനെ പിടിച്ചിരിക്കുന്നേ? പിടിവിട്. അത് കേട്ടതും, ഇല്ലടി, അങ്ങനെ പിടിവിടാനല്ല നിന്നെ ഞാൻ പിടിച്ചത്. ഇനി ഞാനൊരു കാര്യം ആഗ്രഹിച്ചാലേ അത് സാധിച്ചിട്ടേ പോകൂ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ അവസരം മുതലെടുക്കൂടി. വാ പെണ്ണെ എന്നും പറഞ്ഞുകൊണ്ട് അലീനയെ മൊത്തത്തിൽ അങ്ങ് മുറുക്കെ പിടിക്കാൻ വേണ്ടി നോക്കുക. ഈ സമയം അലീനയ്ക്ക് ദേഷ്യം കയറിയിട്ട് കയ്യിലിരുന്ന കാപ്പി അങ്ങ് നെഞ്ചത്തേക്ക് ഒഴിച്ചു. പുള്ളി ആകെ പേടിച്ച് വിറച്ച് ഹരി സ്റ്റൂപ്പിഡ്, നോൺസെൻസ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന ഒരു ഒറ്റ ഓട്ടം. ഹരിയുടെ ഓട്ടം കണ്ട് അലീനയ്ക്ക് ചിരി വന്നെങ്കിലും ചിരിക്കാൻ പറ്റില്ലല്ലോ. ഇനി ആരെങ്കിലും അറിഞ്ഞാൽ അത് വേറെ പ്രശ്നമാവുമെന്നറിയാം. പക്ഷേ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്തല്ലേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അലീന താഴെ കൊട്ടിക്കിടന്ന കാപ്പി മുഴുവനും എടുത്ത് തുടച്ച് വൃത്തിയാക്കി. ഈ സമയം കപ്പൊക്കെ പെറുക്കി കളഞ്ഞ് അലീന ഉമ്മറത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പോഴാണ് ഒരു ചേച്ചി അങ്ങോട്ട് വരുന്നത്. ആ ചേച്ചി വന്നതും അലീനയോട് ചോദിക്കുക, മോളെ, എന്താ ചേച്ചി? ഞാൻ കൂലിപ്പണിക്കാരിയാ, ഭർത്താവിനും കൂലിപ്പണിയാ ജോലി, വല്ല 1000 രൂപയൊക്കെ കിട്ടും. അതുകൊണ്ട് കഴിഞ്ഞു പോയില്ലല്ലോ. ഞങ്ങൾക്കൊരു മോളുണ്ട്. ആ മോൾക്ക് അപ്പൻഡീസാ, വയറുവേദനയായിരുന്നു ആദ്യം വന്നത്. എന്താണെന്നറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തപ്പോൾ അപ്പൻഡീസാന്ന് പറഞ്ഞു. അത് ഓപ്പറേഷൻ ചെയ്യണം മോളെ. അതിന് 10,000 രൂപ വേണം. അത് അത്രയും രൂപ എൻ്റെ കയ്യിലില്ല. അതിനു വേണ്ടി വീടാന്തരം കയറി ഭിക്ഷയാചിക്കുക. അയൽക്കൂട്ടംകാരെ 1000 രൂപ പിരിച്ചു തന്നു. പിന്നെ ബാക്കിയുള്ളവരും കുറേ വീടുകളൊക്കെ കയറിയപ്പോൾ 10ഉം 20ഉം 5ഉം 2ഉം ഒക്കെ അങ്ങനെയായിട്ട് കിട്ടിയ ഒരു 500 രൂപയുണ്ട്. എല്ലാം കൂടെ 1500 രൂപയുണ്ട്. ഈ വീട്ടിലേക്ക് കയറിയ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് വന്നത്. എനിക്ക് മൊത്തം 5000 രൂപ വേണം മോളെ. ഇനി വയ്യ, ആരും തരുന്നില്ല, ആർക്കും വിശ്വാസമില്ല. വായിക്കാൻ അറിയാമെങ്കിലും പലതും കാണിച്ചിട്ടും ആരും എന്നെ വിശ്വസിക്കുന്നില്ല. പിന്നെ കുറച്ച് പേരൊക്കെ വിശ്വസിച്ച് പൈസ തരുന്നുണ്ട്. അതും മേടിച്ചുകൊണ്ടിങ്ങ് പോന്നു. വെയിലല്ലേ, നടക്കാൻ വയ്യ, തീരെ വയ്യ മോളെ. അതുകൊണ്ട് ഇങ്ങോട്ട് കയറിയത്. നിങ്ങൾ പറയുന്നത് ഞാനെങ്ങനെ വിശ്വസിക്കും? അപ്പോഴേക്കും ആ ചേച്ചി പേഴ്സിൽ നിന്ന് ആ ചീട്ടെടുത്ത് കാണിച്ചു കൊടുത്തു. വായിച്ചു നോക്ക്. അത് കണ്ടതും അലീന അത് വായിച്ചു നോക്കിയപ്പോൾ അലീനയ്ക്ക് കാര്യം പിടികിട്ടി. സത്യമാണല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ, ഒന്നും തോന്നരുത്. ഇന്നത്തെ കാലത്ത് ഇതുപോലെ പറ്റിക്കാൻ ഒരുപാട് പേരിറങ്ങി നടക്കുന്നുണ്ട്. അതുകൊണ്ട് സാരമില്ല മോളെ. മോള് ചോദിച്ചതും നല്ലത് തന്നെയാണ്. കാരണം അതുപോലുള്ള തട്ടിപ്പുകാരിറങ്ങുന്നതുകൊണ്ട് സത്യമായിട്ട് പറയുന്നവരെ പോലും ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ കഴിയില്ല. അതറിയാം. അത് ഞാനാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യും. പിന്നെ എന്ത് ചെയ്യാനാ? മരിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ മരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി. അത്രയ്ക്ക് വിഷമ. ജീവിതം എന്ന് വെച്ചാൽ ഒരു തുലാസ് പോലെയല്ലേ മോളെ. നമ്മുടെ ജീവിതം എപ്പോൾ തീരണം, എങ്ങനെ തീരണം എന്നൊക്കെ ദൈവമല്ലേ കരുതുന്നത്, ദൈവമല്ലേ വിചാരിക്കുന്നത്, ദൈവമല്ലേ തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മോളെ. എൻ്റെ മോളുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ സന്തോഷത്തോടെ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഇല്ലെങ്കിൽ മരിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒറ്റ മോളേ ഉള്ളൂ. ആ മോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്രയും വീട് കയറി ഭിക്ഷയെടുത്തത്. ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ചേച്ചിയിരുന്ന് കരയുക. ചേച്ചിക്ക് എത്ര രൂപ കുറവുണ്ട്? അത് 3500 രൂപ മോളെ. ശരി, ചേച്ചി ഇവിടെ ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അലീന അകത്തേക്ക് പോയി. അപ്പോഴേക്കും അവരവിടെ ഇരിക്കുക. ഈ സമയം അലീന 3000 രൂപയും കൊണ്ട് വരിക. ഈ സമയം, എന്നാ ചേച്ചി ഇത് വെച്ചോ. എന്താ മോളെ ഇത്? ഇത്രയും പൈസയോ? സാരമില്ല ചേച്ചി, ഇനി ഒരു വീടും കയറി ഇറങ്ങണ്ട, ഇത് വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് പൈസ കൊടുക്കുക. ആരും ഇങ്ങനെയൊന്നും ചെയ്യില്ല മോളെ എന്നും പറഞ്ഞ് അലീനയുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് അവരവിടെ നിന്നും സങ്കടത്തോടെയും സന്തോഷത്തോടെയും മനസ്സ് നിറഞ്ഞ് യാത്ര പോയി. അവർ പോയി കഴിഞ്ഞതും അലീന അകത്തേക്ക് വന്നു. അപ്പം മുത്തശ്ശി ചോദിക്കുക, നീ ആരോടെ കൊച്ചെ സംസാരിച്ചേ? അത് പുറത്തൊരു ചേച്ചി വന്നതാ മുത്തശ്ശി. എന്തിന്? ആ ചേച്ചിയുടെ കൊച്ചിന് അപ്പൻഡീസാണ്. അത് ഓപ്പറേഷൻ ചെയ്യാൻ പൈസ ചോദിച്ചു വന്നതാ. എന്നിട്ട് നീ വല്ലതും കൊടുത്തോ? കൊടുത്തു മുത്തശ്ശി. നന്നായി. എത്ര രൂപ കൊടുത്തു മോളെ? 3000 രൂപ കൊടുത്തു. 3000 രൂപയെ എൻ്റെ കൊച്ചെ ആരെങ്കിലും ചെയ്യോ? ഇല്ല, ചെയ്യില്ല, ആരും ചെയ്യില്ല മുത്തശ്ശി. അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. എന്തിനാ കൊച്ചെ 3000 രൂപയൊക്കെ കൊടുക്കാൻ പോയത്? വേണ്ടായിരുന്നു, വല്ല 5-10 കൊടുത്തിട്ട് പറഞ്ഞു വിടായിരുന്നില്ലേ?
ഇല്ല മുത്തശ്ശി, ആ പൈസ എൻ്റെ കയ്യിലിരുന്നിട്ട് വലിയ ഗുണമൊന്നും, പൈസ കിട്ടിയതുകൊണ്ട് ആ കൊച്ചിൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അതൊരു ഉപകാരമല്ല മുത്തശ്ശി, അതുകൊണ്ടാണ് കൊടുത്തത്. എന്നാലും കൊച്ചേ, ഇന്നത്തെ കാലത്ത് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കുമോ? എത്ര വലിയ പണമുള്ളവനാണെങ്കിലും 3000 4000 ഒന്നും ആരും കൊടുക്കില്ല. എന്തിന് 500 രൂപ പോലും ഒരുത്തനും കൊടുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് മോളോട് പറഞ്ഞത്. ഇതൊക്കെ എന്തിനാന്ന്. സാരമില്ല മുത്തശ്ശി, എനിക്ക് ആ പൈസ കൊണ്ട് വലിയ ഉപകാരമൊന്നും ഇല്ലല്ലോ, പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കൊടുത്തത്. അത് കേട്ടതും നല്ലതാ മോളെ നിൻ്റെ മനസ്സ്, നീ നല്ല കുട്ടിയാ, നിൻ്റെ നല്ല മനസ്സിന് നിനക്ക് നല്ലതേ വരൂ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അലീനയെ അനുഗ്രഹിക്കുകയാണ് ഈ സമയം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗ്രേസമ്മയാണ്. ഗ്രേസമ്മ സംസാരിക്കുക. എന്നാലും എൻ്റെ ആലീസേ, കോട്ടയം വരെ വന്നിട്ട് അവൻ ഇവിടം വരെ ഒന്ന് വന്നിട്ട് പോകാമായിരുന്നല്ലോ. ഇത് വല്ലാത്തൊരു കഷ്ടമാണ്. അവനെ ചെയ്തത് ഒട്ടും ശരിയായില്ല. പറ്റില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ. അവനെ ഞാനൊന്ന് കാണുന്നുണ്ട്. അവനെ ഞാൻ എൻ്റെ സ്വന്തം മോനെ പോലെയല്ല സ്നേഹിക്കുന്നത്. അവനെ നിൻ്റെ മോനായിട്ടല്ല, എൻ്റെ മോനായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് പോലും അവനിങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. എന്തായാലും അവന് ഞങ്ങളോടുള്ള സ്നേഹം എന്തുമാത്രമാണെന്ന് മനസ്സിലായി. ഇവിടം വരെ ഒന്ന് വന്നു പോകാൻ പോലും അവന് താല്പര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രേസമ്മ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യുക. അപ്പോൾ രേവതിക്കുട്ടി എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. അതെ, ദേഷ്യമാണോ കൊച്ചമ്മേ എന്നും ചോദിക്കുക. ദേഷ്യ. എന്താ കൊച്ചമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമാണ്. ആരോടാ സംസാരിച്ചേ? അത് മാമച്ചായൻ്റെ പെങ്ങളാ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറ കൊച്ചമ്മേ. അത് പിന്നെ ഗ്രേസമ്മയുടെ ഒരു ആലീസിൻ്റെ ഒരു മോനുണ്ട്. ആ മോൻ വന്ന് അവൻ ദുബായിലാണ് പണി ചെയ്യുന്നത്. അവിടെ നിന്ന് കോട്ടയം വരെ വന്നിട്ട് അവൻ ഇങ്ങോട്ട് വരാൻ സമയമില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദേഷ്യപ്പെട്ടതാ. അല്ല കൊച്ചമ്മേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിക്കുന്നത് തെറ്റാണോന്നറിയില്ല, പക്ഷെ എന്നാലും ചോദിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ചോദിക്കുക. കൊച്ചമ്മയ്ക്ക് മക്കളൊന്നുമില്ലേ എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും ഗ്രേസമ്മ ഞെട്ടലോടുകൂടെ രേവതിക്കുട്ടിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അപ്പോൾ രേവതിക്കുട്ടി, അല്ല, മക്കളുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഫോട്ടോയൊക്കെ കാണുമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അതൊന്നും കണ്ടില്ല, അതാ ചോദിച്ചത്. നിനക്ക് ഈ വീട്ടിൽ വേറെ പണിയൊന്നുമില്ല കൊച്ചേ? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ അറിയാൻ നടക്കുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അടുക്കളയിൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് പോയി ചെയ്, മുറ്റത്ത് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് പോയി ചെയ്, ഇല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ നോക്ക്. വെറുതെ ആവശ്യമില്ലാതെ ഓരോരോ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുക, ബാക്കിയുള്ളവനെ മെനക്കെടുത്താനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ആകെ വയലൻ്റായിട്ട് നമ്മുടെ ഗ്രേസമ്മ പോയി കട്ടിലേക്ക് കിടക്കുക. ഈ സമയമാണെങ്കിൽ രേവതിക്കുട്ടി അവിടെ ഇരുന്ന് പൊട്ടി കരയുക. എന്തുകൊണ്ടാ ഗ്രേസമ്മ കൊച്ചമ്മ എന്നോട് ചൂടായത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ, ഞാൻ തെറ്റായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേവതിക്കുട്ടി ഇരുന്ന് കരയുക. അപ്പോഴേക്കും നമ്മുടെ മാമച്ചായൻ അങ്ങോട്ട് വരാം. മാമച്ചായൻ ചോദിക്കുക, എന്തിനാ നിന്നെ ഗ്രേസമ്മ വഴക്ക് പറഞ്ഞത്? അത് എന്നെ വഴക്ക് പറഞ്ഞു. നല്ല കാര്യം, നിന്നെ വഴക്ക് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമായി. കാരണം നീ ഇവിടെ എന്നെ ഓരോന്ന് പറഞ്ഞ് ഗ്രേസമ്മയ്ക്ക് ഒറ്റ കൊടുക്കുമല്ലേ, അതുകൊണ്ട് ഇത് നിനക്ക് കിട്ടിയ ശിക്ഷ തന്നെയാണ്. അപ്പോൾ രേവതിക്കുട്ടി കരയുന്നതിട്ട് മാമച്ചായനെ സഹിച്ചില്ല. നീ എന്തിനാ കരയുന്നേ? കൊച്ചമ്മ എന്നെ ആദ്യമായിട്ടല്ലേ വഴക്ക് പറഞ്ഞത്, പക്ഷെ എന്നാലും എനിക്കിത് നന്നായിട്ട് ഫീൽ ചെയ്തു. നിന്നെ എന്തിനാ വഴക്ക് പറഞ്ഞെന്ന് പറ. അത് ഞാൻ കൊച്ചമ്മയോട് ചോദിച്ചു, കൊച്ചമ്മയ്ക്ക് മക്കളൊന്നുമില്ലേന്ന്. കൊച്ചമ്മയ്ക്കും സാറിനും മക്കളില്ലേന്നും ചോദിച്ചു. അവരുണ്ടായിരുന്നെങ്കിൽ അവരുടെ ഫോട്ടോയൊക്കെ കാണുമല്ലോ, അതുകൊണ്ട് ഫോട്ടോയിലെങ്കിലും കാണാമല്ലോ എന്ന് കരുതി ചോദിച്ചതാ. കൊച്ചമ്മ അത് കേട്ടപ്പോൾ വയലൻ്റായി എന്നെ കുറേ വഴക്ക് പറഞ്ഞു. അത് കേട്ടതും നീ അതാണോ ചോദിച്ചത്? അതുകൊണ്ടാണ് അവൾ വയലൻ്റായത്? അതിൽ അതിശയമൊന്നുമില്ല മോളെ എന്നും മാമച്ചായൻ. അതെന്താ അങ്ങനെ എന്നും രേവതിക്കുട്ടി ചോദിക്കുക. ഞങ്ങൾക്കൊരു മോനുണ്ടായിരുന്നു, 4 വർഷം മുമ്പ് അവൻ പോയി. അത് കേട്ടതും നമ്മുടെ രേവതിക്കുട്ടി ഞെട്ടി. എന്താ പറയുന്നേ? അതെ, ഒരേ ഒരു മോനായിരുന്നു. ആ മോൻ അവൻ ഞങ്ങളെ ഉപേക്ഷിച്ചല്ല, അവൻ ഞങ്ങളിൽ നിന്നും വിട്ടുപോയി, മരിച്ചു. 25 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ മോനായതുകൊണ്ട് ഒരുപാട് സ്നേഹം കൊടുത്തും താലോലിച്ചോ വളർത്തിയത്. ആ വിഷമമൊക്കെ മറന്ന് ജീവിക്കുമോ ഞങ്ങൾ. അതിനിടയിലാണ് നീ പോയി അവളോട് അങ്ങനെ ചോദിച്ചത്. അതുകൊണ്ടാണ് അവൾ ദേഷ്യപ്പെട്ടത്, അല്ലാതെ വേറൊന്നുമല്ല. അയ്യോ സോറി, എനിക്കറിയില്ലായിരുന്നല്ലോ. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ചോദിക്കില്ലായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോയും അതൊക്കെ കാണുമല്ലോ, എനിക്ക് അത്രയും ബുദ്ധിയുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, എന്നോട് ക്ഷമിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്കുട്ടി പറയുക. അത് കേട്ടതും മാമച്ചായൻ, സാരമില്ല കൊച്ചേ, ഇനി അവളോട് അങ്ങനെയൊന്നും ചോദിക്കണ്ട, അവൾക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാമച്ചായൻ അങ്ങ് പോവുക. ഈ സമയം ഗ്രേസമ്മ കട്ടിലെ കിടന്ന് കരയുക. അപ്പോഴേക്കും രേവതിക്കുട്ടി ഓടിച്ചെന്നിട്ട് സോറി, ഞാൻ അറിയാതെ ചോദിച്ചതാ, എന്നോട് ക്ഷമിക്കും, ഇനി അങ്ങനെയൊന്നും ഞാൻ ചോദിക്കില്ല എന്നും പറഞ്ഞ് നമ്മുടെ രേവതിക്കുട്ടി ഗ്രേസമ്മയുടെ കാലിൽ പിടിച്ച് മാപ്പ് പറയാ. എടി കൊച്ചേ, നീ എന്താടി എൻ്റെ കാലിൽ പിടിക്കുന്നേ?
സാരമില്ല, ഞാൻ ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ, ദേഷ്യമല്ലായിരുന്നു, കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയത്. നീ ക്ഷമിക്കടി കൊച്ചേ, ഞാനും നിന്നോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാ മോളെ ഞാൻ നിന്നോട് പറയാതിരുന്നത്. ഞങ്ങൾക്കൊരു മോനുണ്ടായിരുന്നത്, അവൻ വേണ്ട ഇനിയൊന്നും പറയണ്ട, മാമച്ചായൻ സാറെല്ലാം പറഞ്ഞു. അത് കേട്ടതും നമ്മുടെ ഗ്രേസമ്മ പറഞ്ഞോ, എന്നൊരു കാര്യം ചെയ്, നീ ചെല്ല്, അടുക്കളയിൽ വല്ല ജോലി ഉണ്ടെങ്കിൽ നോക്ക്. ശരി കൊച്ചമ്മേ, സോറി കൊച്ചമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്കുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് വിഷമിച്ച് അങ്ങ് പോവുക. ഈശ്വര, പാവം കുട്ടി, അവളെ ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗ്രേസമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനെയാണ്. ബാലചന്ദ്രൻ പോകാൻ ഇറങ്ങുമ്പോഴേക്കും മനു വരിക. ഇതാര്? മനുവോ? വട വട, നീ എപ്പോഴെത്തിയേ? ഞാൻ വെളുപ്പിനെത്തിയ അങ്കിളെ. അല്ല, നീ എങ്ങനെയാ വന്നത്? ട്രെയിനിനോ അതോ ബസ്സിനോ? കോട്ടയം വരെ ട്രെയിനിന്, അതിന് ശേഷം ബസ്സിന് വന്നു. ഓ ആണോ? അല്ല അങ്കിള് ജോലിക്ക് പോവാണോ? അതേടാ പോണം. അങ്കിള് പോയാൽ എനിക്ക് ബോറടിക്കും. എടാ മുത്തശ്ശി ഉള്ളപ്പോൾ എന്തിനാടാ ബോറടിക്കുന്നേ? നീ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കേ. ദേ മുത്തശ്ശി ഉള്ളതുകൊണ്ട് നിനക്ക് ഒരു ബോറടി ഉണ്ടാവില്ല. ചെല്ല്, എനിക്ക് പോയില്ലെങ്കിലേ പണി കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ അങ്ങ് പോവുക. ഈ സമയം മനു ആണെങ്കിൽ അകത്തേക്ക് ചെല്ലുക. അകത്തേക്ക് എന്നതും മുത്തശ്ശി എന്നും വിളിക്കുക. അപ്പം മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി. മുത്തശ്ശി നോക്കുവാണ്. മുത്തശ്ശി നോക്കിയിട്ട് അല്ല ഇതാര്? എൻ്റെ മനൂട്ടനോ? വാ എന്നും പറഞ്ഞ് വിളിക്കുക. അത് കേട്ടത് മനു ഓടി ചെന്ന് അവിടെ ഇരിക്കുക. എന്തൊക്കെയുണ്ട് മുത്തശ്ശി വിശേഷം? എടാ എൻ്റെ വിശേഷം ഞാൻ പറഞ്ഞു തരണോ? സുഖമായിട്ടിരിക്കുന്നടാ. സത്യം പറയാലോ, നിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം പരമസുഖം. പിന്നെ അവിടെയും അലീന വന്നപ്പോൾ നല്ല സുഖമായിരുന്നു. പിന്നെ നിൻ്റെ അമ്മയുടെ മോന്ത കാണണ്ടേ, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അതിനേക്കാളും ഡബിൾ സുഖം എന്നും പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുക. പിന്നെ മുത്തശ്ശി, അലീന എങ്ങനെയുണ്ട്? എടാ നീ ഈ ജന്മത്തിൽ എന്നോട് ചെയ്ത ഏറ്റവും വലിയ നല്ല കാര്യം, അല്ലെങ്കിൽ നീ ചെയ്തിട്ടുണ്ട്, എന്നാലും നീ ചെയ്തൊരു പുണ്യ പ്രവൃത്തി ഞാൻ പറയാം. നീ എനിക്ക് ആ കൊച്ചിനെ കൊണ്ട് തന്നതാടാ ഏറ്റവും നല്ലൊരു പുണ്യപ്രവൃത്തി. അത് കേട്ടതും ആണോ? അത്രയ്ക്ക് വലിയ പുണ്യപ്രവൃത്തിയാണോ ഞാൻ ചെയ്തത്? അതെ, നീയും കുഞ്ഞിരാമേട്ടനും കൂടെ ആ കൊച്ചിനെ വിളിക്കാൻ പോയപ്പോൾ വൈജ അതിനെ എതിർത്തായിരുന്നല്ലോ, എന്നിട്ട് നിങ്ങൾ വാശി കാണിച്ചു പോയി. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ മുത്തശ്ശൻ്റെ അന്ത്യാഭിലാഷം ആയിരുന്നില്ലേ മുത്തശ്ശി? അതുകൊണ്ടത് സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നന്നായി മക്കളെ, അവളെ എതിർത്ത് നീ പോയതുകൊണ്ടാണെങ്കിലും എനിക്ക് നല്ലൊരു കുട്ടിയെ കിട്ടിയല്ലോ, സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ? എന്താ മുത്തശ്ശി? അതെ, വെറുതെ പറയുവാണേ. പറഞ്ഞു മുത്തശ്ശി, അല്ലെങ്കിൽ വേണ്ട. അങ്ങനെ പറയല്ലേ, പറ മുത്തശ്ശി. അതെ, അലീനയുണ്ടല്ലോ. എടാ നിനക്ക് എവിടെ തെരഞ്ഞു പിടിച്ച് നോക്കിയാലും അലീനയെ പോലൊരു നല്ല പെൺകുട്ടിയെ കിട്ടില്ലടാ. അത് കേട്ടതും നമ്മുടെ മനുവിൻ്റെ മനസ്സിലൊരു ലഡ്ഡു പൊട്ടി. മനു മുത്തശ്ശിയെ നോക്കി ഒന്ന് ചിരിക്കുക. കൊച്ചു കള്ളി, അപ്പോൾ ഇവിടെ ഇരുന്ന് ഇതൊക്കെയാണല്ലേ ചിന്തിച്ചു കൂട്ടുന്നത്? ആടാ, പക്ഷെ എന്ത് ചെയ്യാനാ, അവള് നമ്മുടെ കുടുംബത്തിന് ചേരില്ലല്ലോ, അവൾക്ക് ആരും ഇല്ലല്ലോ, അവൾ അനാഥയല്ലേ. അത് കേട്ടതും മനു, അങ്ങനെ അനാഥയായവർക്കല്ലേ മുത്തശ്ശി ഒരു കൂട്ട് വേണ്ടത്, നമ്മളൊരു തുണയാകേണ്ടത്. എന്താടാ കള്ള, എന്താ നീ പറഞ്ഞത് എന്നും ചോദിച്ചുകൊണ്ട് മുത്തശ്ശിയും മനുവിനെ കളിയാക്കുക. അപ്പം മനു, അതെ മുത്തശ്ശി, ഞാൻ സത്യ പറഞ്ഞത്. അല്ല എന്നിട്ട് ആളെവിടെ? അവൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവൂടാ. മുത്തശ്ശിയെ നോക്കാനല്ലേ പറഞ്ഞത്, എന്നിട്ട് അവളെവിടെ പോയി? ഒന്നും പറയണ്ടടാ. വൈജ അവളെ വിട്ടിട്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുക. എന്നെ നോക്കൽ മാത്രമല്ല, ഈ വീട്ടിലെ സകല ജോലികളും ഇപ്പോൾ അവളാ. കുഞ്ഞുമോളിനെ പറഞ്ഞു വിടുകയും ചെയ്തു. അയ്യോ, കുഞ്ഞുമോളെ ചെയ്ത് പറഞ്ഞു വിട്ടോ? അതേടാ. എന്നാലും മുത്തശ്ശി, ഇത്രയും നല്ല മനസ്സുള്ള മുത്തശ്ശിക്ക് എങ്ങനെയാ ആൻറ്റിയെ പോലൊരു മകളെ കിട്ടിയത്? ആൻറ്റി ആരെങ്കിലും സ്നേഹിക്കാറുണ്ടോ? എടാ ഒന്നും പറയണ്ട. ആ അലീന മോളോട് അവൾ എന്തൊക്കെ ക്രൂരതയാണ് കാണിച്ചെന്നറിയാമോ? ഇവിടെ വന്നപ്പോൾ വേലക്കാരികളെ പോലെ നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് അലീനയിട്ട് പങ്കപ്പാട് പെടുത്തുമായിരുന്നു. എടാ നീ സത്യം പറ, ആ കൊച്ച് നല്ലൊരു ഡ്രസ്സ് ഇട്ട് നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് പോയി നിന്നാൽ ആരെങ്കിലും പറയോ അത് ഈ വീട്ടിലെ വേലക്കാരിയാണെന്ന്? ഒരിക്കലുമില്ല. ഇല്ലല്ലോ. അത് തന്നെയാണ് വൈജയുടെ പ്രശ്നം. ഒരു സത്യം ഞാൻ തുറന്നു പറയട്ടെ, കൃഷ്ണയെയും ബബിതയെയും രോഹിത്തിനേക്കാളും ഭംഗിയുണ്ട് അലീനയെ കാണാൻ. മുത്തശ്ശി ഇങ്ങനെ കമ്പയർ ചെയ്യല്ലേ മുത്തശ്ശി. എടാ ശരി, സമ്മതിച്ചു, പക്ഷെ ഞാൻ പറഞ്ഞ സത്യമല്ലേ? സത്യമാണ്. അത് അവൾക്ക് സഹിക്കുന്നില്ല. അങ്ങനെ ഭംഗിയുള്ള ഒരുത്തിയെ കൊണ്ടുവന്നതാണ് ഇപ്പോഴത്തെ അവളുടെ പ്രശ്നം. അതുകൊണ്ട് തന്നെ അലീനയെ കൊണ്ടുവന്നതിൽ അവൾ എന്നെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ ഞാൻ പറഞ്ഞു, എന്നാലും മുത്തശ്ശിയുടെ മോക്ക് ഒരു തുള്ളി മനസാക്ഷിയില്ല. വേലക്കാരിയോട് സ്നേഹമില്ല, ഭർത്താവിനോട് സ്നേഹമില്ല, മക്കളോട് സ്നേഹമില്ല. പക്ഷെ എന്നോട് അവൾക്ക് ഭയങ്കര സ്നേഹമാടാ. അതെ എടാ, സ്നേഹമൊന്നും കാണിക്കുന്നില്ലെങ്കിലും അവളുടെ മനസ്സ്, അവളൊരു പാവമാടാ. അത് ശരിയാ, കൊന്നാലും കുഴപ്പമില്ല, പാവമാണെന്നാണ് പറയുന്നത് അല്ലേ? കത്തിയെടുത്ത് കുത്തിയാലും പാവമാണല്ലേ?
ഒന്ന് പോടാ ഇവിടുന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു ഇങ്ങനെ ചിരിച്ചും കളിച്ച് തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അലീന അവിടെ ഒന്ന് മുകളിൽ തുണിയൊക്കെ വിരിച്ചിട്ട് പാട്ടും പാടി വരിക. എനിക്കുണ്ടൊരു മുത്തശ്ശി, കഥ പറയുന്നൊരു മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് വാതിലൊരൊറ്റ തുറ. മനുവിനെ കണ്ടതും അലീന ഞെട്ടി, മനുവും ഞെട്ടി. അങ്ങനെ രണ്ടുപേരും ഞെട്ടലോടെ നിൽക്കുന്നുണ്ട്. സന്തോഷത്തോടെ അത് നോക്കി ചിരിക്കുകയാണ് മുത്തശ്ശി. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ